നമസ്കാരം. ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെയാണ് ട്രംപ് ഇറാന് താക്കീത് നൽകിയത്. സ്ഫോടനങ്ങൾക്കിടയിൽ ആയുധധാരിയായി നിൽക്കുന്ന തൻ്റെ തന്നെ ഒരു AI ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു ട്രംപിൻ്റെ പോസ്റ്റ്. ഇനി മര്യാദ പ്രതീക്ഷിക്കേണ്ടതാണ് ചിത്രത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ്. അമേരിക്കയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആണവ പദ്ധതികൾ നിർത്തലാക്കാനും ബുദ്ധിപൂർവ്വം പെരുമാറാനുമാണ് ട്രംപിൻ്റെ ഭീഷണി. ഇറാന് കാര്യങ്ങൾ ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഒരു ആണവരഹിത കരാറിൽ എങ്ങനെ ഒപ്പിടണമെന്ന് അവർക്കറിയില്ല. അവർ എത്രയും വേഗം ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. അതേസമയം ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ സ്തംഭനാവസ്ഥയിലായതോടെ അന്താരാഷ്ട്ര എണ്ണവില വീണ്ടും ഉയർന്നു. ബ്രെന്റ് ക്രൂഡിൻ്റെ വില ബാരലിന് $115 വർദ്ധിച്ചു. ഇന്ന് രാവിലെ മുതൽ 3% വർധനമാണ് രേഖപ്പെടുത്തിയത്. അതേസമയം ഇറാന്റെ നിർദ്ദേശം പ്രതീക്ഷിച്ചതിലും മെച്ചപ്പെട്ടതാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പറഞ്ഞെങ്കിലും ഏത് കരാറും അവർ ആണവായുധം നിർമ്മിക്കുന്നതിന് പൂർണ്ണമായും തടയുന്ന ഒന്നായിരിക്കണമെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ US തങ്ങളുടെ നിയമവിരുദ്ധവും യുക്തിരഹിതമായ ആവശ്യങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് റസ തലൈനിക് പറഞ്ഞു. സ്വതന്ത്ര രാഷ്ട്രങ്ങൾക്ക് മേൽ നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് ഇനി കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനിടെ ട്രംപ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ വെച്ച് എണ്ണവാതക കമ്പനികളുടെ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ഷെവ്രോൺ CEO മൈക്ക് വിർത്ത് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ്, ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്, പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ എന്നിവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ആഭ്യന്തര അന്തർദേശീയ ഊർജ്ജ വിപണികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആരായുന്നതിനായി പ്രസിഡന്റ് സ്ഥിരമായി ഊർജ്ജ മേഖലയിൽ ഉന്നതരുമായി കൂടിക്കാഴ്ച നടത്താറുണ്ടെന്ന് ഒരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം ഖാർഗ് ഐലൻഡിലെ സംഭരണശേഷി പരമാവധിയിലെത്തുന്നതോടെ ഇറാന് പ്രതിദിനം $170 ദശലക്ഷം വരുമാന നഷ്ടമുണ്ടാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി സ്കോട്ട് ബെസന്റ് അവകാശപ്പെട്ടു. ഖാർഗ് ഐലൻഡ് ഉൾപ്പെടെയുള്ള ഇറാൻ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് US ഇടപെടൽ സ്ഥിരമായ നാശനഷ്ടങ്ങൾ വരുന്നുണ്ടെന്ന് ബെസന്റ് പറഞ്ഞു. ഇറാന്റെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 90% ഈ ദ്വീപ് വഴിയാണ് നടക്കുന്നത്. ഇറാനിൽ പണപ്പെരുപ്പം ഇരട്ടിയായതായും അദ്ദേഹം അവകാശപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ്: ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഇക്കണോമിക് ഫ്യൂറി വഴി ഇറാന്റെ അന്താരാഷ്ട്ര ഷാഡോ ബാങ്കിംഗ് സംവിധാനങ്ങൾ, ക്രിപ്റ്റോ ഇടപാടുകൾ, രഹസ്യ കപ്പൽ വ്യൂഹങ്ങൾ, ആയുധ സംഭരണ ശൃംഖലകൾ, പ്രാദേശിക തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള ഫണ്ടിംഗ്, ഇറാന്റെ എണ്ണ വ്യാപാരത്തെ പിന്തുണയ്ക്കുന്ന ചൈനയിലെ സ്വതന്ത്ര ടീപോട്ട് റിഫൈനറുകൾ എന്നിവയെല്ലാം ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുമായിരുന്ന 10,000 കോടി ഡോളറിന്റെ വരുമാനം ഈ നടപടിയിലൂടെ തടയാൻ സാധിച്ചു. പ്രസിഡന്റിന്റെ മാക്സിമം പ്രഷർ ക്യാമ്പയിന് കീഴിൽ ഇറാന്റെ പണപ്പെരുപ്പം ഇരട്ടിയാവുകയും കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിയുകയും ചെയ്തതായും അദ്ദേഹം പോസ്റ്റിൽ പറയുന്നു. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ഐലൻഡ് ഉടൻ തന്നെ അതിന്റെ പരമാവധി സംഭരണശേഷിയിലെത്തും. ഇതോടെ എണ്ണ ഉൽപ്പാദനം കുറയ്ക്കാൻ ഭരണകൂടം നിർബന്ധിതരാകും. ഇത് പ്രതിദിനം ഏകദേശം $170 ദശലക്ഷം അധിക വരുമാന നഷ്ടമുണ്ടാകുമെന്ന് മാത്രമല്ല, ഇറാന്റെ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ശാശ്വതമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ചൊവ്വാഴ്ച ഹോർമസ് കടലിടുക്ക് എത്രയും വേഗം തുറക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു ട്രംപ് അവകാശപ്പെട്ടത്. ഇറാൻ തങ്ങൾ തകർച്ചയുടെ വക്കിലാണെന്ന് അമേരിക്ക അറിയിച്ചതായി ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് അവകാശപ്പെട്ടിരുന്നു. തങ്ങളുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട സാഹചര്യം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഹോർമസ് കടലിടുക്ക് എത്രയും വേഗം തുറക്കാൻ അവർ ആഗ്രഹിക്കുന്നു, അവർക്കതിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തത്. അതിനിടെ ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെർസിനെ ട്രംപ് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അമേരിക്കയെ ഇറാൻ അപമാനിക്കുകയാണെന്ന് മെർസ് അവകാശപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസം രാത്രി ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിൽ ഇറാന്റെ കാര്യത്തിൽ ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെർസിന് താൻ എന്താണ് സംസാരിക്കുന്നത് എന്ന് പോലും അറിയില്ല എന്നായിരുന്നു ട്രംപിന്റെ പരിഹാസം.